നമ്മളിതാ ഉള്ളി വാട്ടാൻ പോവുകയാണ്. ആദ്യം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് നമുക്ക് പച്ചമുളക് ഇടാം. വേറെ 5 പച്ചമുളകുണ്ട്. ഒന്ന് പച്ചമണം മാറി വരുന്ന വരെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. നമുക്ക് ഉള്ളി കൊടുക്കാം. ഒരു 5 ഉള്ളി, വലിയ ഉള്ളിയാണ് കേട്ടോ. ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഉള്ളി ഒന്ന് വേഗം വാടി വരും. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടാൽ ഉള്ളി വേഗം ഒന്ന് വാടി വരും. അതിന് വേണ്ടിയതാണ് ഞാൻ വേഗം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് വാടി വെക്കാം. നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരു ബൗൾ ചിക്കൻ. ചപ്പ് ഈ ആഫ്രിക്കൻ ചപ്പാണ് കേട്ടോ. നിങ്ങളാരുടെ വീട്ടിലുണ്ടോ ഈ ചപ്പ്? നമ്മളെ വീട്ടിലുള്ളത് നമ്മൾ പറിച്ചതാട്ടോ. കരിവേപ്പില, മസാലയൊക്കെ അവിടെ റെഡി ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയറും കൂടെ ചെയ്യണം. എല്ലാം കാണും. നമുക്ക് ആദ്യമൊക്കെ ഉണ്ടാക്കാനുള്ള മസാലകളൊക്കെ റെഡിയായി. നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ കുഴച്ച് പാകാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ മുട്ട ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഒരു തരി ഉപ്പിട്ടിട്ട് മുട്ട ഒന്ന് ഫില്ല് ചെയ്തിട്ട് നമുക്കിതുണ്ടാക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഉടച്ച് കുഴച്ചെടുത്തിട്ടോ. കുഴച്ചൊക്കെ ആക്കിയെടുത്ത് ഇനി നമുക്ക് ഇതിന് ഓരോ ഉരുളകളാക്കിയിട്ട് ഒന്ന് കൈ നനച്ച് ഇങ്ങനെ വെച്ചിട്ട് ഉരുളകൾ ഇങ്ങനെ ഉരുട്ടി എന്നിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അങ്ങനെ പരത്തിയെടുത്തിട്ട് ഇതിൽ ഈ മസാല വെച്ച് കൊടുക്കുക. മസാല ഇങ്ങനെ വെച്ച് നമുക്ക് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. എല്ലാം നമുക്ക് ഉന്നക്കായ മോഡൽ ഒന്നാക്കിയെടുക്കാം. അവനാനിഷ്ടമുള്ള മോഡലാക്കാം. പക്ഷെ നമ്മൾ ഉന്നക്കായ മോഡലാണ് ആക്കുന്നത്. നമുക്കിതൊന്ന് കോഴിമുട്ടയിലൊന്ന് മുക്കി എന്നിട്ട് ബ്രെഡ് ക്രംസ് ചെയ്യാം.
ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെച്ചതാണ് കേട്ടോ. അതിലാണ് നമ്മളിത് മസാല ഇടുന്നത്, ഉരുളക്കിഴങ്ങിലാണ്. കയ്യിൽ പറ്റാതിരിക്കാൻ നമുക്ക് നെയ്യോ ഓയിലോ ലേശം വെള്ളമാക്കിയാൽ മതി. നമുക്കിതാ ഈ മുട്ടകളൊന്നും കൂടി ഉരുട്ടിയെടുത്ത് ഇനി ബ്രെഡ് ക്രംസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം. നമ്മൾ ആലുവിനക്കായൊക്കെ ഉണ്ടാക്കി വെച്ച് ഇനി നമുക്കിത് പൊരിച്ച് വരാം കേട്ടോ. നമുക്ക് പൊരിച്ചെടുക്കാം. ആലുവിനക്കായ എൻ്റെ തിരക്കിനൊക്കെ പറ്റി നട്ടാൽ ആലുവിനക്കായ പൊരിച്ചെടുത്ത് നമ്മുടെ ആലുവിനക്കായ ഇവിടെ റെഡിയായി. ആലുവിനക്കായ ഇവിടെ റെഡിയായി കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഒന്ന് കഴിച്ചിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ.